സന്തോഷം കൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ലേ. എന്താണ് സന്തോഷം എന്നുള്ളത് പയ്യെ പറയാവേ. ഇതിൻ്റെ 5 കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ കനകാംബരത്തിൻ്റെ വയലറ്റ് ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വൈറ്റ്, യെല്ലോ, ഇങ്ങനെ 3 കളറാണ് ഇതിൽ എനിക്കുള്ളത്. പിന്നെ എന്താണ് എനിക്ക് ഇത്ര വലിയ സന്തോഷം എന്ന് അറിയണ്ടേ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്ലവർ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് അത് അപ്ലോഡ് ചെയ്ത് 13 മിനിറ്റിനകം 1K അടിച്ചു. 1K എന്നല്ല, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 2K, 3K, 4K അങ്ങനെ പോയി 6K കഴിഞ്ഞു. ഇപ്പോൾ ആ വീഡിയോ എത്തി നിൽക്കുന്നത് 6.1K ആ ഒരു റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. എനിക്ക് ആദ്യമായിട്ടാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ എൻ്റെ ഒരു വീഡിയോ പെട്ടെന്ന് കയറി പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയല്ലേ. ഈ ഫ്ലവറായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരുപാട് മൊട്ടുകളുണ്ട് കേട്ടോ. പിന്നെ ഈ ചെടിയുടെ പേരെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാവോ. ഞാൻ നന്നായിട്ട് ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. പക്ഷേ ചിലതിൻ്റെ ഒന്നും പേരുകൾ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇന്നലെ തോട്ടവാഴ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അങ്ങനെ കരുതിയോ ഇതിനിങ്ങനെയോ ഒരു പേരുണ്ടായിരുന്നു എന്ന്. വയലറ്റ് കനകാംബരത്തിൽ ഇപ്പോൾ ഒത്തിരി മുട്ടുകളുണ്ട്. മുട്ടുകൾ മാത്രമല്ല, പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. അതിന് പുറമെയാണ് കുറേ മുട്ടുകളുള്ളത്. മുറ്റം നിറയെ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നുള്ള അറിയോ. ഇപ്പോൾ എല്ലാ ചെടികളിലും പൂക്കൾ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കണമെങ്കിൽ ഇപ്പോൾ അതിൽ കുറച്ച് ലാസ്റ്റ് കുഴിച്ചിട്ട് കുറച്ച് ചെടികളിലെ പൂക്കളിടാൻ ബാക്കിയുള്ളേ. ഇതിൽ നിറയെ പൂവിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എന്നും ഞാനിത് കൊടുന്നിട്ട് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആ ചെടിക്കും ദേഷ്യം വന്നിട്ടുണ്ടാകും, കാണുന്ന നിങ്ങൾക്കും ദേഷ്യം വന്നിട്ടുണ്ടാകും. ഈ ഒരു പോപ്പിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോപ്പി. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതിൽ കിട്ടുന്നേ ഇല്ല. അത് ഭയങ്കര കണ്ണിന് തന്നെ ഒരു ഉദിപ്പാണ്. എന്താണ് ഇപ്പോൾ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നത് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് എല്ലാവരും ഒന്ന് വന്ന് നോക്കും. അത്രയും ഉദിപ്പുള്ളൊരു കളറാണ്. പിന്നെ മാസമാറിയിലൊക്കെ നല്ല തളിരിട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസമാറിയാണ് കേട്ടോ അത്. പിന്നെ ഈ റോസ് മുട്ട പുഴുക്കൾ തിന്നു കഴിഞ്ഞു, അവർക്കും വേണ്ടല്ലേ ഫുഡ്. പിന്നെ സങ്കടം ഉണ്ട് കേട്ടോ, നമ്മളത്രയും കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ പുഴുക്കൾ വന്ന് തിന്നുമ്പോൾ ഇത്തിരി സങ്കടമൊക്കെ ഉണ്ട്. കാശിത്തുമ്പോൾ എന്തായാലും പൊളിച്ചു കേട്ടോ. എത്ര പൂക്കളാണ് തിന്നത്. ഇതിൻ്റെ പല കളേഴ്സും മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ അത്രക്ക് തോന്നിയൊന്നുമില്ല. പിന്നെ ഒത്തിരി വിത്തുകൾ ശേഖരിക്കണം. അടുത്ത വർഷത്തേക്ക്, അടുത്ത മഴക്കാലത്തേക്ക് ഒത്തിരി പൂന്തോട്ടം തന്നെ ഉണ്ടാക്കണം കാശിത്തുമ്പയുടെ. പിന്നെ രാവിലെ എണീറ്റ് ഈ ഇലകളിലൊക്കെ വെള്ളം നിൽക്കുമ്പോൾ അതൊരു കാണാൻ ഭംഗി വേറെ തന്നെയാണല്ലേ. ഒരു മാസം എന്ന് വെച്ചാൽ പോപ്പിയാണ് എൻ്റെ അടുത്ത ഹൈലൈറ്റ്. പിന്നെ ഈ ഒരു ഫ്ലവർ ഇതിൻ്റെ ഭംഗി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇതാരും ഭംഗിയില്ലെന്ന് ഒരിക്കലും പറയൂല. അത്രയും കാണാൻ എന്താ പറയുക, കണ്ടാലും മതി വരാത്ത ഒരു ഫ്ലവറാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ കൊറിയർ വരുത്തിയിട്ടില്ലായിരുന്നോ, ആ ഒരു മാസം അറിയണം. അതൊക്കെ വേര് പിടിച്ച് സെറ്റായി കേട്ടോ. ഇത് പിന്നെ നമ്മളെ ഓറഞ്ച് പോപ്പി. ഇതിന് ഓറഞ്ച് കളർ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒറിജിനൽ കളർ വീഡിയോയിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റ് പോപ്പി. ഈ പോപ്പിയുടെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ, അത് മാറ്റാണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തതായിരുന്നേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് കാണിക്കണ്ടേ. പിന്നെ ഇത് പോപ്പിയിൽ വൈറ്റും റെഡും കൂടി വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വേറെ കളർ ഒട്ടിച്ചതുപോലെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഹോളിൽ വെച്ചിട്ടാണ്. അതാണ് ഇങ്ങനെ സൗണ്ട് കേട്ടോ.